യുണൈറ്റഡ് വി ഗ്രോ, ഡിവൈഡഡ് വി പെരിഷ്. ഇത് എല്ലാ തലങ്ങളിലും യാഥാർത്ഥ്യമാണ്. ഒന്നിച്ച് നിന്നാൽ നമുക്ക് വളരാം, ഭിന്നിച്ചാലോ തളർന്ന്. ഒന്നിച്ച് നിന്ന് കർത്താവിൻ്റെ ശക്തി പ്രകടമാക്കുവാൻ സഹായിക്കുന്നതാണ് ഇതുപോലെയുള്ള തീർത്ഥാടനങ്ങളും പരിപാടികളും. AD 52 നമ്മുടെ പൂർവ്വപിതാവായിട്ടുള്ള തോമാസ് ശ്ലീഹ ഈ മണ്ണിലാണ് കാലുകുത്തിയത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ബൈബിളിൽ കാണുന്ന ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് തോമാസ് ശ്ലീഹയുടെ. അവനോടുകൂടെ പോയി നമുക്ക് മരിക്കാമെന്നുള്ള സുവിശേഷാത്മകമായിട്ടുള്ള ധീരത പ്രകടമാക്കിയവനാ തോമാസ് ശ്ലീഹ. എളിമയോടുകൂടെ നീ എവിടേക്കാണ് പോകുന്നത്, പിന്നെ എനിക്ക് എങ്ങനെ വഴി അറിയാ എന്ന് എളിമയോടുകൂടെ വിനയത്തോടുകൂടെ തമ്പുരാൻ്റെ മുമ്പിൽ ചോദിച്ചവനാ. ആ തോമാസ് ശ്ലീഹയുടെ മക്കളല്ലേ നമ്മൾ? അല്ലേ? നമുക്കും ആ വിശ്വാസം ഉജ്ജ്വലിപ്പിക്കണ്ടേ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രൂപതയിൽ, വ്യക്തി ജീവിതത്തിൽ ഈ വിശ്വാസം ആഴപ്പെടാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ഈ തോമാസ് ശ്ലീഹ വന്നിറങ്ങി ഇവിടെ നിന്ന് ആരംഭിച്ച തൻ്റെ പ്രേക്ഷിത യാത്ര പാലയൂര് പോയി, പറവൂര് പോയി, പൊക്കമംഗലത്ത് പോയി, നെണ്ണത്ത് പോയി, നിലയ്ക്കൽ പോയി, കൊല്ലത്ത് പോയി, ഇങ്ങനെ ഭാരതയാത്ര തുടർന്നു. അപ്പോഴാണ് തിരുവിതാംകോട് അരപ്പള്ളി അതും കഴിഞ്ഞ് ചിന്നമലയിൽ ചെന്നപ്പോൾ കുത്തേറ്റു, പെരിയ മലയിൽ വെച്ച് മരിച്ചു, മൈലാപ്പൂർ അടക്കം ചെയ്തു. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ ആ തോമാസ് ശ്ലീഹയുടെ വലതുകരത്തിൻ്റെ തിരുശേഷിപ്പ് നമ്മുടെ അഴീക്കോട് തീർത്ഥകേന്ദ്രത്തിൽ മാറ്റത്തിന് കാർഡിനൽ പ്രസിഡന്റ് തന്ന ആ തിരുശേഷിപ്പ്, ആ വലതുകരത്തിൻ്റെ അസ്ഥി തിരുശേഷിപ്പ് നമ്മുടെ അഴീക്കോട് തീർത്ഥകേന്ദ്രത്തിൽ പൂജ്യമായിട്ട് വണങ്ങപ്പെടുന്ന ഈ മണ്ണ് അത് പൂജ്യമാണ്. ഈ കൊടുങ്ങല്ലൂർ എന്നുള്ള മണ്ണ് AD 345 72 കുടുംബങ്ങൾക്ക് നായിത്തൊമ്മൻ്റെ നേതൃത്വത്തിൽ ഈ മണ്ണിൽ വന്നിറങ്ങി. തോമാസ് ശ്ലീഹ വന്നിറങ്ങി അതേ മണ്ണിൽ. മാർത്തോമായുടെ പാരമ്പര്യം തുടരണമെന്ന് നമ്മെ പഠിപ്പിക്കാനായിട്ട് അവര് കൂടുതൽ ശക്തി നൽകി. ഈ മണ്ണ് മാർത്തോമായുടെ പാരമ്പര്യം പ്രകടമാക്കിയത്. ഈ മണ്ണില് തോമാസ് ശ്ലീഹ വന്നിറങ്ങി അതേ മണ്ണിൽ 72 കുടുംബങ്ങൾക്ക് നായിത്തൊമ്മൻ്റെ നേതൃത്വത്തിൽ വന്നിറങ്ങി. നമ്മള് മാർത്തോമ നസ്രാണികളാ അല്ലേ? സാർവത്രിക സഭ എന്ന് പറയുന്നത് സഭകളുടെ കൂട്ടായ്മയാണ്. കമ്മ്യൂണിയൻ ഓഫ് ദ ചർച്ചസ്, സഭകളുടെ കൂട്ടായ്മയാണ്. എല്ലാ സഭകളും വിശ്വാസത്തിൽ ഒന്ന്, കൂദാശകളിൽ ഒന്ന്, അതുപോലെ തന്നെ ഭരണക്രമത്തിൽ ഒന്ന്. പാപ്പായുടെ കീഴിലാണ് നമ്മളെല്ലാവരും. എന്നാൽ മാർത്തോമായുടെ മാർഗം പ്രഘോഷിക്കാൻ നമ്മളെ പോലെയുള്ളവർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളുടെ ആരാധനക്രമം, നമ്മുടെ ദൈവശാസ്ത്രം, നമ്മുടെ ആധ്യാത്മികത, നമ്മുടെ ഭരണ രീതികള് അത് നമുക്ക് തുടരണ്ടേ? അവയിൽ വിശ്വാസം ഇല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വാസമില്ല. ക്രിസ്തുവിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ആരിലെ വിശ്വാസം? പിശാചിലാണ് വിശ്വാസം, തിന്മയിലാണ് വിശ്വാസം. നന്മയിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ പിശാചിന്റെ അടിമകളായിത്തീരും. ഒരു സംശയവും വേണ്ട. സഭയുടെ ശിരസ് ക്രിസ്തുവാണ്. സഭയില്ലെങ്കിൽ നമ്മൾ ആരുമില്ല. സഭയോട് വിധേയപ്പെട്ട് കഴിയേണ്ടവരാണ് നമുക്ക്. മാർത്തോമ കൊളുത്തിവെച്ച വിശ്വാസത്തിന്റെ ദീപം ഉജ്ജ്വലിപ്പിക്കുമ്പോൾ മാർത്തോമ ക്രിസ്ത്യാനികളായിട്ടുള്ള നാം ആ ശിരസ്സാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസം പ്രഘോഷിക്കേണ്ടവരാ. ഈ മണ്ണ് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ ഭാരതത്തിൽ ആദ്യത്തെ രൂപത കൊടുങ്ങല്ലൂർ അതിരൂപത. ആ കൊടുങ്ങല്ലൂർ അതിരൂപത ഈ ഭാരതത്തിൽ ആദ്യത്തെ പിറന്ന രൂപതയാണ്. ആ മണ്ണിലാ നമ്മളൊക്കെ. വിശ്വാസത്തിന്റെ വെളിച്ചം ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രൂപത തുടക്കം മുതൽ ഇങ്ങനെ പ്രഘോഷിച്ചു കൊണ്ടിരുന്നു. ഈ ഭാരത മണ്ണില് മലയിൽ ഉയർത്തപ്പെട്ട പട്ടണം പോലെ, പീഠത്തിന്മേൽ വെച്ച വിളക്ക് പോലെ, പുളിമാവ് പോലെ, ഉപ്പ് പോലെ പ്രശോഭിക്കേണ്ടവരാ. എങ്ങനെ പ്രശോഭിക്കാൻ കഴിയാ? അതാണ് ക്രിസ്തു പറഞ്ഞ ഈ എളിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ആർദ്രതയുടെയും അനുകമ്പയുടെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാന്താവാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. ഇതാ മാർത്തോമാ ശ്ലീഹ കൊളുത്തിവെച്ച വിശ്വാസത്തിന്റെ ദീപം ഈ കൊടുങ്ങല്ലൂർ രൂപതയിൽ ഇങ്ങനെ പ്രശോഭിച്ചുകൊണ്ടിരുന്നു.
പിന്നീട് അതിനെ ഉജ്ജ്വലിപ്പിച്ചതാണ് ഫ്രാൻസിസ് സേവിയർ. രണ്ടാമത്തെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് സേവിയർ. അദ്ദേഹവും ഈ മണ്ണിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കടൽക്കരയിലൂടെ ഓടി നടന്ന് വിശ്വാസത്തിന്റെ ദീപം ഉജ്ജ്വലിപ്പിക്കാനായിട്ട് നല്ല പ്രേക്ഷിതനായി. നമുക്കും പ്രേക്ഷിതരാകണ്ടേ? നിർജീവരായിട്ട് കഴിഞ്ഞാൽ പോരാ. നമുക്ക് കിട്ടിയ വിശ്വാസം ഉജ്ജ്വലിപ്പിക്കാനായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെയും കൂടെ യേശുവിലേക്ക് നയിക്കാനായിട്ട് കഴിയണം. ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശരീരം, അഴുകാത്ത തിരുശരീരം പൊതുദർശനത്തിനായിട്ട് 41 ദിവസം ഗോവയിൽ വെച്ചിട്ടുണ്ട്. ആ ഗോവയിൽ തന്നെയാണ് കൊടുങ്ങല്ലൂരിൻ്റെ ആദ്യത്തെ അതിരൂപതാധ്യക്ഷൻ, തദ്ദേശീയനായിട്ടുള്ള അതിരൂപതാധ്യക്ഷൻ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആരാ? മാർ ജോസഫ് കരിയാറ്റിൽ. അദ്ദേഹം കൊടുങ്ങല്ലൂരിൻ്റെ അതിരൂപതാധ്യക്ഷനായിട്ട് അവരോധിക്കപ്പെട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഗോവയിൽ വെച്ച് അദ്ദേഹം കാലം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ അടക്കം ചെയ്തു. പിന്നീട് ആലങ്ങാട് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പിൽ വെച്ചു. ഞാൻ ഈ തീർത്ഥയാത്രയ്ക്ക് ഒരുക്കമായിട്ട് ഇന്നലെ പോയി കരിയാറ്റിൽ മരിച്ച ആ പള്ളിയിൽ പോയി വിശുദ്ധ ബലി അർപ്പിച്ചു. നമുക്കും രക്തസാക്ഷികളാവേണ്ടി വരും, ഇല്ലേ? ജീവിതത്തിൽ വിശ്വാസം ഏറ്റുപറയുമ്പോൾ ഭീരുത്വത്തോടുകൂടെ കഴിയേണ്ടതല്ല. എവാഞ്ചലിക്കൽ കറേജ്, സുവിശേഷാത്മകമായിട്ടുള്ള ധീരതയോടുകൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് കടപ്പെട്ടവരാണ് നമ്മളൊക്കെ. അങ്ങനെ പ്രഘോഷിക്കുമ്പോഴാണ് ഉള്ളിൽ നല്ല ആനന്ദം ഉണ്ടാകുക. നല്ല തീഷ്ണതയോടുകൂടെ, കാലിൽ നല്ല ചിറകോടുകൂടെ, കണ്ണിൽ നല്ല കനിവോടുകൂടെ, കയ്യിൽ നല്ല നന്മയോടുകൂടെ, നാവിൽ നല്ല സത്യത്തോടുകൂടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പോലെ പ്രത്യാശയുടെ സാക്ഷികളായിട്ട് വർത്തിക്കാനായിട്ട് വിളിക്കപ്പെട്ടവ. പരിശുദ്ധ പിതാവ് 24-ാം തീയതി വത്തിക്കാനിൻ്റെ കവാടം തുറന്നിട്ട് ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്യും. നമുക്ക് ധീരതയോടുകൂടെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള പ്രഘോഷണമാണ് പറയുന്നത്. 29-ാം തീയതി നമ്മുടെ കത്തീഡ്രലിലും നമ്മൾ കവാടം തുറന്ന് ഈ ജൂബിലിക്ക് തുടക്കം കുറിക്കും. നമ്മുടെ ഇടവുകളിൽ തിരികെത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മളും ആ ജൂബിലിക്ക് തുടക്കം കുറിക്കും. അപ്പോൾ എന്താ വേണ്ടേ? പ്രത്യാശയുടെ സാക്ഷികളായിട്ട് ഈ ലോകത്തിൽ നല്ല കത്തിജ്വലിക്കുന്ന ദീപങ്ങളായിട്ട്, പന്തങ്ങളായിട്ട് നമ്മൾ മാറണം. അവിടെ വിട്ടുവീഴ്ച വേണ്ട, ഒരു കോംപ്രമൈസ് വേണ്ട. നല്ല പന്തങ്ങളായിട്ട് മലയിൽ ഉയർത്തപ്പെടുന്ന പട്ടണം പോലെ പ്രശോഭിക്കാൻ നമുക്ക് കഴിയണം. അതിന് നല്ല ആഴമേറിയ വിശ്വാസം, സഭയോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട്, ക്രിസ്തുവാകുന്ന ശിരസ്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസം പ്രഘോഷിച്ച് നല്ല ആർദ്രതയോടുകൂടെ ഏത് സമൂഹത്തിൻ്റെ മുമ്പിലും സുവിശേഷ പ്രഘോഷകരായിട്ട് വർത്തിച്ച് ഈ ആനന്ദം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യാശയുടെ സാക്ഷികളായിട്ട് നമുക്ക് വർത്തിക്കാൻ കഴിയട്ടെ. അതിനെല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടരാം.